സത്തം ഇன்றி മുത്തമിടും അതായത് അവസാനം നിർത്താനുള്ള ബെല്ല് അനൂപിട്ടു. ഒരു മരണമണി, ഒരു മരണമണി. താങ്ക് യു അനുപേ, മതിയായല്ലേ? അടിപൊളി, സൂപ്പർ, താങ്ക് യു സോ മച്ച്. ഡിവൈൻ ബിഗിനിങ്. അനു ചേച്ചി, ഇപ്പൊ ഐക്കോണിക് പെയർ റൗണ്ട് കഴിഞ്ഞപ്പോ നമ്മൾ ഡുവറ്റ്സിനെ പറ്റി സംസാരിച്ചുകൊണ്ട് ഞാൻ ചോദിക്കാം. ഒരുപാട് ഉണ്ടാവും, പക്ഷേ വൺ ഓഫ് ദ ബെസ്റ്റ് റെക്കോർഡിംഗ് സെഷൻ ഏതായിരുന്നു ഡുവറ്റ് പാടിയപ്പോ ചേച്ചിയുടെ? ഒരുമിച്ച് പാടിയത് കുറച്ച് കുറവാണ് കേട്ടോ. ബിക്കോസ് ഐ തിങ്ക് ഞാൻ വന്ന കാലഘട്ടത്തില് ഒരു ഓൾമോസ്റ്റ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടല്ലേ പാടുന്നത് എന്റെ പോർഷൻ. പക്ഷെ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പാടുന്നത് ഇവർ പറഞ്ഞു അല്ലേ, ഒരു നല്ലൊരു മത്സരമായിരിക്കും എന്ന്. അപ്പോ ഈ ഹരിജി പാടുന്ന പാട്ടല്ലേ, ഹരിജി കേക്കണ്ട, ഒരു കിലോ കണക്കില് അവര് സംഗതി ഇവിടെ എവിടെ ഇടുമല്ലേ. അപ്പൊ നമ്മള് ഫസ്റ്റ് പാടിയാ ഇത് പ്രശ്നമാവും. ബിക്കോസ് നമ്മൾ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് എന്തെങ്കിലും പാടി വെച്ചിട്ട് പോയാലോ, പിന്നെ അവര് അതിന്റെ മുഴുവൻ ഇവിടെ അവിടെ ഇട്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു പാട്ട് വന്നു. അപ്പോ ദേവാ സാർ മ്യൂസിക്കിലായിരുന്നു, അത് ഒരു കാനഡ രാഗത്തിൽ എന്തോ ആയിരുന്നു. അപ്പൊ ഞാൻ ആദ്യം പാടി, പിന്നെ ഞാൻ പാട്ട് പോർഷൻ തീർന്നു. പിന്നെ ഞാൻ ദേവാ സാറോട് പറഞ്ഞു, എനിക്ക് പ്ലീസ് ഒരു 3 ടേക്ക് തരണേ ആ പാട്ട് ഇട്ടിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് തോന്നുന്ന സ്ഥലം മുഴുക്കൻ ഞാൻ ഫില്ലപ്പ് ചെയ്ത് വെക്കാം, വേണമെങ്കിൽ വേണ്ടെങ്കിൽ വേണ്ട, എടുത്തോ. പക്ഷെ ഇതൊന്ന് ഫില്ലപ്പ്, ബിക്കോസ് എനിക്ക് ഹരിജി ഒരുപാട് കേട്ടിട്ടുണ്ടല്ലേ, ഹരി ഗസൽസും. പിന്നെ നമുക്കറിയാം എവിടെ ഇവർ ഫില്ലപ്പ് ചെയ്യും, പിന്നെ എവിടെ ഓവർലാപ്പ് വരും, പിന്നെ അവർ പാടുന്ന സ്ഥലത്ത് ആ ട്യൂണും ഞാൻ പഠിച്ച അതിന്റെ മേളിൽ എന്ത് പാടാം, ഇങ്ങനെയൊക്കെ മുഴുവൻ പാടി വെച്ചു. പിന്നെ അവർ ചെയ്തു, പല കാര്യങ്ങൾ ചെയ്തു, പക്ഷെ ഞാൻ പാടി വെച്ചു അല്ലേ. അപ്പൊ ഫൈനൽ ടേക്കില് ഞാൻ പാടിയതും പല കാര്യങ്ങളെല്ലാം വന്നു. സോ അത് അങ്ങനെ ബുദ്ധിപൂർവ്വം നേരത്തെ നീങ്ങി. അത് നന്നായി. പക്ഷെ ഐ തിങ്ക് ഞാനും ഉണ്ണികൃഷ്ണൻ ഒരു പ്രാവശ്യം രാജാ സാറിന് പാടി, ഈ റോജാ പൂന്തോട്ടം ഞാൻ പാടിയല്ലേ. അപ്പോ ഞങ്ങൾ പാടിയത് അത് എന്ന് വെച്ചാ രാജാ സാർ ഒരു ടേക്ക് ഓക്കെ ചെയ്യുന്നത് തന്നെ ഡിഫിക്കൾട്ടാണ്. പക്ഷെ ഈ ഉണ്ണിയേട്ടനിലെ സത്യസന്ധനാണ്. അപ്പൊ ഈ പാട്ട് പാടി ചിലപ്പോ ഇങ്ങനെ അവര് തന്നെ പറയും ഓക്കെ, ഉണ്ണി സർ റിയലി ഓക്കെ അങ്ങനെ 2 പ്രാവശ്യം കേട്ടാ അവര് ഓക്കെ വീണ്ടും പാടുന്ന് പറയും. അവര് പാടിയാൽ ഞാനും പാടണല്ലേ, പോയിക്കൊണ്ടിരിക്കും അത്. അപ്പൊ ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു, അടുത്ത പ്രാവശ്യം അവർ ഓക്കെ എന്ന് പറയുമ്പോ എന്തെങ്കിലും ചെയ്താലും അങ്ങനെ ഞാൻ മിരട്ടി പാടി. അപ്പൊ ചിലപ്പോ അങ്ങനെ വെരി ക്യൂട്ട് സിറ്റുവേഷൻസ് ആണ്. അപ്പൊ ഒരു പാട്ടുകാരനെ പേടിപ്പിച്ചു. അതെ, ഒരു ഹരിഹരൻ എന്ന് പറഞ്ഞൊരു സിംഹ പാട്ടുകാരന് നേരെ കരുക്കൾ നീക്കി. വെരി ക്രൂര പാട്ടുകാരൻ. അതൊരു ബ്രില്യന്റ് മൂവ് ആണത്. ഓക്കെ.